ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ ഐറ്റം ഒന്ന് കണ്ടു നോക്കിയേ. ഇതാണ് കാരമൽ ബ്രെഡ് പുഡിംഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാട്ടത്. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ല ഇഷ്ടമാവും, നല്ല രുചിയേറും, നല്ല കാണാനും മൊഞ്ചുള്ളൊരു ഐറ്റമാട്ടത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ടില്ലേ, നല്ല ടെക്സ്ചറാണ്. ഇതിന് കാരമലും അടിപൊളിയാണ് കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയാലോ. നമുക്ക് ഷുഗർ കാരമൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഷുഗർ പത്തിട്ട് 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കണം കേട്ടോ, ഉരുക്കിയെടുക്കണം. ലോ ഫ്ലെയിം വെച്ചാൽ മതി, അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് പതുക്കെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഗോൾഡൻ കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം, അപ്പോഴേ ശരിയായി കിട്ടും കേട്ടോ. അപ്പം കുറേശ്ശെ ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ടേ. അരിഭാഗമൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ലോ ഫ്ലെയിം വെക്കണം കേട്ടോ, അല്ലാഞ്ഞാൽ കരിഞ്ഞ ഇത് വരും. ഇപ്പോൾ അതാ ഏകദേശമായി വരുന്നുണ്ട്, ഗോൾഡൻ കളറാവണ വരുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. നല്ലോണം മിക്സ് ചെയ്തൊരു അധികമായിട്ട് ഗോൾഡൻ ആവും വേണ്ട, അധികം കളറ് കൂടരുത്, അപ്പോൾ കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പം നല്ലൊരു കളറ് അതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് പുഡിംഗ് ഉണ്ടാക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. അത് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് ഇനി ആവശ്യമുള്ളത് ബ്രെഡാണ്. ബ്രെഡ് പുഡിംഗ് അല്ലേ, അപ്പം ബ്രെഡ് വേണം. സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ബ്രെഡ് വേണം കേട്ടോ. ബ്രെഡ് ഇതാ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഷുഗർ ആട്ടോ ആഡ് ചെയ്യണേ. ആവശ്യത്തിലുള്ള പഞ്ചസാര, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്തു. ഇനിയൊരു എഗ്ഗാണ്, കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം കേട്ടോ. അങ്ങനെ അതിട്ടു. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. അതും ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കട്ടോ. നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ ഞാൻ ഒരു പാക്കറ്റിൻ്റെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, ഒഴിച്ച് കൊടുത്തു. ഇനി വാനില എസൻസ്, നമുക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാക്കാൻ നല്ല ടേസ്റ്റിന് വേണ്ടി വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതില്ലാത്തവർക്ക് ഏലക്കായി ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഉണ്ടായപ്പോൾ ഞാൻ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് നേരം ബ്ലെൻഡ് ചെയ്യണം, എന്നാലേ അത് സോഫ്റ്റായി വരുള്ളൂ. അതാ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച ആ കാരമൽ വെച്ച പാത്രമല്ലേ പുഡിംഗ് ഉണ്ടാക്കണം, അതിലേക്ക് ഇതാ ഒരു അരിപ്പയിലൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും ചണ്ടൊക്കെ ഉണ്ടെങ്കിൽ പോവാനേ അരിപ്പയിലൂടെ ഒഴിച്ച് കൊടുക്കണേ. അങ്ങനെ അഴിച്ച് കൊടുത്ത് അതൊരു ബട്ടർ പേപ്പർ കൊണ്ട് മൂടിയിട്ട് സ്റ്റീം ചെയ്യാനും, ഇത് സ്റ്റീം ചെയ്തിട്ടുണ്ടാക്കണം കേട്ടോ. അപ്പം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചാൽ വെച്ച് അതിൻ്റെ മുകളിൽ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. നന്നായി അടച്ച് റെഡിയാക്കി കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ 35-40 മിനിറ്റിന് റെഡിയാക്കി കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ പുഡിംഗ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ മോൾഡൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട് നോക്കാലോ. വാ, കണ്ടില്ലേ, അടിപൊളിയല്ലേ, കാണാനും മൊഞ്ചുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. വീണ്ടും വീണ്ടും കഴിച്ചു പോയി നമ്മൾ കേട്ടോ. അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അങ്ങനെ ചൂടാറിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് മുറിക്കണമല്ലോ. ഉണ്ടോ, അതിൽ കാരമലൊക്കെ ഉണ്ടോ. അടിപൊളി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് സംഭവം. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ കമൻറ്റൊക്കെ അറിയിക്കണേ. കണ്ടില്ലേ, മുകളിൽ കാരമൽ, നല്ല അടിപൊളി ടെക്സ്ചർ. ഇനി നമ്മളൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. എന്താ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടെക്സ്ചറാണ്.
ഇത് കണ്ടാൽ കേക്കാണ് വിചാരിക്കും, പക്ഷേ ഇത് പുഡിംഗ് ആണ് ഐറ്റം. നല്ല അടിപൊളി ഐറ്റമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി സക്സസ് ആവും. എന്നിട്ട് ആ കാരമല് നല്ല ഡിപ്പ് ചെയ്തിട്ട് കഴിച്ച് നോക്കിയാണ്ടല്ലോ, എൻ്റെ പൊന്നോ ഇതൊരു ടേസ്റ്റ്. ഏതായാലും വീഡിയോ ഇഷ്ടമാണ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.